ഏതെങ്കിലും ഒരുത്തിയെ എൻ്റെ സഹോദരൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് വിചാരിക്കേണ്ട. ഈ ഒരു വാക്കുകളാണ് നമ്മുടെ മാഷ് മേക്കറിൻ്റെ ചെവിയിലേക്ക് തുളഞ്ഞു കയറിയത്. അസഹനീയമായിരുന്നു ഇത്. അതെ, മാഷ് മേക്കിംഗ് സ്റ്റോറിയിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്വന്തം സഹോദരനെ ഊറ്റിപ്പിഴിഞ്ഞ് ജീവിച്ച, അതല്ല എങ്കിൽ അതിനെ വഹിച്ച് ജീവിക്കുന്ന ഒരു സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും ഇതൊന്നും അറിയാതെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു അമ്മയുടെയും കഥയാണ്. കേൾക്കുമ്പോൾ അയ്യേ അല്ലെങ്കിൽ ഇതെന്ത് എന്ന് തോന്നുന്ന ആ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം. മാഷ് മേക്കിംഗ് സ്റ്റോറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീത്, എൻ്റെ കൂടെയുള്ളത് ജയലക്ഷ്മി. നമസ്കാരം ലക്ഷ്മി. നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ, സഹോദരനെ ഊറ്റിപ്പിഴിഞ്ഞ് അല്ലെങ്കിൽ സഹോദരനെ വഹിച്ച് ജീവിക്കുന്ന ഒരു സഹോദരിയുടെ കഥയാണ്, അല്ലെങ്കിൽ സഹോദരിയുടെ ഈ പറയുന്ന കഥാനായകൻ്റെ കഥയാണ് അല്ലേ? അപ്പം ഈ ഒരു കഥ ലക്ഷ്മി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളതൊന്ന് പറയൂ. ഓക്കെ, എനിക്ക് കോൾ വന്നു. ആൺകുട്ടി തന്നെയാണ് നേരിട്ട് വിളിച്ചത്, ഗ്രൂം തന്നെ നേരിട്ട് വിളിച്ചു. ഓക്കെ, ഞാൻ ചോദിച്ചു എവിടുന്നാ എങ്ങനെയാണ്, അപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ ചോദിച്ചു, പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്, ഇവിടെ നാട്ടിൽ തന്നെയാണ്, എൻ്റെ സ്ഥലമെല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ഇങ്ങനെ കുറച്ചധികം നാളായിട്ട് വിവാഹാലോചന നോക്കുന്ന ഒരാളാണ്. ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ H5 മിഷനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ആളിനെക്കുറിച്ചൊക്കെ ഒന്ന്, എനിക്ക് അങ്ങനെയാണെങ്കിൽ ആ പ്രൊഫൈൽ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ പറഞ്ഞു. ആളിനെക്കുറിച്ച് പറഞ്ഞു. നമുക്കിപ്പം വിദ്യാഭ്യാസം കൊണ്ടും ജോലി കൊണ്ടും ബാക്കി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും ഒക്കെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കുടുംബമാണ്, ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് വന്നു, എന്നിട്ടും എന്തുകൊണ്ട് അത് നടക്കാതെ, ഇത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ചോദിച്ചു. ഇപ്പം കുറച്ചധികം നാളായിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പറഞ്ഞു മാട്രിമോണി സൈറ്റുകളിലൊക്കെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് സർവീസാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ പെയ്ഡ് സർവീസാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിയ നമ്പറുകളൊക്കെ എടുക്കും. നാട്ടിൽ ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി, ഹസ്ബൻഡ്, അതൊക്കെയാണ് ഞാൻ നമ്പർ എടുത്ത് അവർക്ക് ഷെയർ ചെയ്യുന്നു. അവർ എന്നെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം അത് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ എന്നെ അറിയിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം വിവാഹമാണ്. ഞാൻ ആരുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. വിവാഹം കഴിഞ്ഞു, ആദ്യ വിവാഹം കഴിഞ്ഞു, ഡിവോഴ്സായി. വീട്ടുകാരൊക്കെ ആയിട്ട് തന്നെ ഞാൻ പുറത്തായിരുന്ന സമയത്ത് തന്നെ വീട്ടിൽ അമ്മയും സഹോദരിയും സഹോദരിയുടെ ഹസ്ബൻഡും എല്ലാം പോയി കണ്ട് അന്വേഷിച്ച് ഉറപ്പിച്ച ഒരു വിവാഹമായിരുന്നു. നാട്ടിൽ ഞാൻ പെട്ടെന്ന് വരികയും എൻ്റെ വിവാഹം കഴിയുകയും, വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം ഞാൻ തിരിച്ചിങ്ങി ജോലി സ്ഥലത്തെത്തുകയും ചെയ്തു. ജോലി സ്ഥലത്തെത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് പെൺകുട്ടിക്ക് വേറൊരു അഫെയർ ഉണ്ടായിരുന്നെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ അത് മറച്ചു വെച്ചതിന് ശേഷമാണ് ഈ വിവാഹം നടത്തിയതെന്ന്. എന്തോ അമ്മയ്ക്കോ എൻ്റെ സഹോദരിക്കോ സഹോദരിയുടെ ഹസ്ബൻഡിനോ ഒന്നും അത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനോ അറിയാനോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും ജീവിതത്തിൽ അങ്ങനെയൊന്നും ഏകദേശം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, എപ്പോഴും നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ, മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനൊരാളുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ നമ്പർ എടുത്ത് കൊടുക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു എന്നല്ല, അതിനൊരു പ്രോഗ്രസ്സും ഉണ്ടാകുന്നില്ല. ഓൾറെഡി തന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി നടന്നതുകൊണ്ട് തന്നെ വർഷങ്ങൾ പോയി. വീണ്ടും കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വിവാഹാലോചന നോക്കുന്ന കാര്യത്തിലേക്ക് വന്നു വീണ്ടും വർഷങ്ങളായിട്ട് ഈ പറയുന്ന പോലെ മാട്രിമോണി സൈറ്റുകളിൽ പേയ്മെൻറ്റ് ചെയ്യുന്നു, നമ്പർ എടുക്കുന്നു, കൊടുക്കുന്നു എന്നുള്ളതല്ല, അത് നടക്കുന്നില്ല. അപ്പോൾ ഇനിയും ഇങ്ങനെ തന്നെ പോകും, സമയമൊക്കെ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ തീരുമാനം എടുക്കുന്നത് ആളല്ല എന്നുള്ള കാര്യം. കൂടുതലും ഇവിടെ റോള് വരുന്നത് എനിക്ക് തോന്നുന്നു അമ്മയ്ക്കും സഹോദരിയുടെ ഹസ്ബൻഡിന്. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അറിയണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ആളുടെ ഈ പറഞ്ഞ കണക്ക് ഇപ്പം വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ അറിയണമെന്നുണ്ടായിരുന്നു. ആളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ആൾ തന്നെയാണോ തീരുമാനം എടുക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം എടുക്കുന്നില്ല എന്നുള്ളത് അല്ല, എനിക്ക് അമ്മയുടെയും സഹോദരിയുടെയും സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെയും തീരുമാനം കൂടുതൽ അറിയണം എന്നുണ്ടായിരുന്നു. അവരും കൂടെ ഓക്കെ പറഞ്ഞാലേ മുന്നോട്ട് പോകൂ എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക്
കുറച്ച് നാൾ ഇങ്ങനെ തന്നെ പോകേണ്ടി വരും. ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം എന്നില്ല. വിവാഹം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിക്കേണ്ട ആൾ തന്നെ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതെടുക്കാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് സ്വയം എത്തിയാൽ മാത്രമേ ഉടനെ തന്നെ ഒരു വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി അടുത്തൊരു സംസാരത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഒരു പ്രപ്പോസലുമായിട്ട് നമ്മുടെ സർവീസുമായിട്ട് സേവനമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീനെ ഫസ്റ്റ് തന്നെ ഒന്ന് കാണുക, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുക, അവരുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അമ്മയിലേക്കും സഹോദരിയിലേക്കും പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അത് കഴിഞ്ഞ് അത് കണക്ട് ചെയ്ത് ആ ഒരു സംസാരം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഈ സേവനമായിട്ട് മുന്നോട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ പറയണമെങ്കിലും അതിന് കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം ആൾക്ക് ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് കുറച്ചധികം ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് വീട് സ്ഥലം ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറയുന്ന പോലെ നാട്ടിൽ തന്നെ കുറച്ചധികം പ്രോപ്പർട്ടി വീടുകൾ ഒക്കെ സ്വന്തം പേരിലുണ്ട്. അതിൽ കുറച്ച് ആൾറെഡി തന്നെ സഹോദരിക്ക് കൊടുത്തു എന്നുള്ള കാര്യങ്ങളും കൂടെ എടുത്ത് പറഞ്ഞു. അപ്പോൾ സഹോദരിക്കൊക്കെ അത് മാത്രം ആളുടെ മാസ വരുമാനം കാര്യങ്ങൾ കുറച്ച് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സേവിങ്സോ കാര്യങ്ങളോ ഉണ്ടോ, ഈ സേവിങ്സോ കാര്യങ്ങളിലൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പോകണമെന്ന് വെച്ചാൽ സംസാരിച്ചപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ ഒരു കുഴഞ്ഞ രീതിയിലുള്ള ഒരു വോയിസ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, മദ്യപിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഞാൻ ഒന്നും മറച്ചു വെച്ചില്ല. ഞാൻ ഉടനെ തന്നെ ആൾക്ക് ചോദിച്ചു, മദ്യപാനം അങ്ങനെ ശീലമുണ്ടോ, മദ്യപിക്കുന്ന ആളാണോ എന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ആ സമയത്തിന് കുറച്ച് വിഷമമായിരുന്നു. ആ ടൈമിന് കുറച്ചൊന്ന് മദ്യപിക്കുമായിരുന്നു, അല്ലാതെ സ്ഥിരം മദ്യപാന കാര്യങ്ങളല്ല. പിന്നെ എൻ്റെ സംസാര രീതിയിൽ ചെറിയൊരു ആ ഒരു നമ്മൾ പറയല് കുഞ്ഞ ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പോൾ കാരണം ഓക്കെ അത് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി ഇതിലേക്കൊക്കെ പോകും, അമ്മയുടെയും സഹോദരിയുടെയും സംസാരിക്കുന്നതിന് മുന്നേ എങ്ങനെയുള്ള കുട്ടീനെ ആണ് നോക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ മാക്സിമം ആളുടെ പ്രായത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രായം വരെയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മിനിമം ഒരു എഡ്യൂക്കേഷൻ വേണം. പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തികം ഒന്നും ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന് കാണാൻ അധികം സൗന്ദര്യം അതിങ്ങനെ എന്നും സാധാരണ അത്യാവശ്യം കാണാൻ തെറ്റില്ലാത്ത കുട്ടിയായിരിക്കണം, ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയും. ഇതൊന്നുമില്ല, നല്ലൊരു കുട്ടിയായിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല ആൾ ഡിവോഴ്സ് ആണെങ്കിൽ കൂടി കുഞ്ഞുങ്ങളില്ല എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ നോർമലി കുഞ്ഞുങ്ങളില്ലാത്തവർ മതി എന്നുള്ള നോക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ എടുത്തു പറഞ്ഞ് എനിക്കൊരു ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിരുന്നാലും ഉള്ളൊരു പെൺകുട്ടീനെ വിവാഹം കഴിക്കുന്നതിലോ നോക്കുന്നതിലോ ഒന്നും ഒരു തെറ്റില്ല. അതിപ്പോൾ ഇപ്പം ഞാൻ ഈ പുറത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടീനെയും ആ കുഞ്ഞിനെയും കൂടെ, പെൺകുട്ടീനെ മാത്രമല്ല എൻ്റെ ഭാര്യയായിട്ട് വരുന്ന ആളിന് മാത്രമല്ല അവരുടെ കുഞ്ഞിനെയും കൂടെ ഞാൻ കൊണ്ട് ഒരുമിച്ച് മാറി താമസിക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പം ഈ ആൺകുട്ടിയുടെ മനസ്സിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ എന്തുകൊണ്ടോ അത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, അവിടെയും എന്തൊക്കെയോ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് തിരിച്ചറിവുകൾ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ പറയുന്ന അമ്മയുടെയും സഹോദരിയുടെ ഭർത്താവിൻ്റെ ഇടയ്ക്കും സ്ട്രോങ്ങും ഉണ്ട്. അവർക്കൊക്കെ ജീവിതത്തിലുള്ള സ്ഥാനം കാണാൻ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത അവസ്ഥയാണ്. പക്ഷേ അവിടെയുള്ള കുറച്ച് സത്യാവസ്ഥകൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ പറ്റാത്തത് എന്നുള്ള മനസ്സിലായി. കാരണം ഈ ആൺകുട്ടി ജാതകത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ജാതിയുടെ കാര്യത്തിലായിരുന്നാലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ്. ഇന്ന ജാതി ഹിന്ദുവായിരിക്കണം അല്ലെങ്കിൽ ജാതകത്തിൽ പ്രശ്നമല്ല എന്നുള്ളത്. പക്ഷേ അപ്പം തന്നെ എടുത്ത് പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ജാതകത്തിൽ പ്രശ്നമുണ്ട്, അമ്മ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരിയുടെയും കൂടെ ഒന്ന് സംസാരിക്കാമോ എന്ന് എൻ്റെ ഇടയ്ക്ക് എടുത്ത് ചോദിച്ചു. അതിനെന്താ ഞാൻ അമ്മയുടെയും സഹോദരിയുടെയും സംസാരിക്കുന്നുണ്ട്, അവരുടെയൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അടുത്ത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അമ്മേനെ കോൺടാക്ട് ചെയ്ത ടൈം തന്നെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം അമ്മ ആദ്യം തന്നെ കുറച്ച് ചേരാത്ത നാളുകളുടെ ലിസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ കുറച്ചല്ല കൂടുതലും ചേരാത്ത നാളുകളുടെ ലിസ്റ്റായിരുന്നു. അവിടെ അമ്മേനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നാൽ മകന് ഇനിയും പ്രായം കൂടി പോകും. ഓൾറെഡി മകൻ്റെ ജീവിതത്തിലുള്ള അത്യാവശ്യം നല്ല സമയങ്ങളെല്ലാം കടന്നു പോയിക്കഴിഞ്ഞു. ഇനിയും പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത സമയത്തൊന്നും ആൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നല്ല. വിദ്യാഭ്യാസം കൊണ്ട് ജോലി കൊണ്ട് സാമ്പത്തികം കൊണ്ടും ഒക്കെ ഓക്കെ ആണെങ്കിലും ഒരു ജീവിതം കിട്ടാനുള്ള കറക്റ്റ് സമയത്തൊരു ജീവിതം കിട്ടാനുള്ള സാധ്യത കുറവായിട്ട് വരും. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അത് പറയുന്നത് ശരിയാണ് എന്ന് തോന്നി. എനിക്ക് അത്യാവശ്യം പൊരുത്തമുണ്ട്. ഇപ്പോൾ ആൺകുട്ടിയുടെ അമ്മ എന്നുള്ള രീതിയിൽ തന്നെ പെൺകുട്ടിയുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ അവരുടെ കാര്യത്തിലും അതേ ഉൾക്കൊണ്ട കാണും. അവരും തെറ്റായ തീരുമാനമൊന്നും എടുക്കത്തില്ല. അത്യാവശ്യം പൊരുത്തമുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജാതകത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി.
ജാതിയുടെ കാര്യം വന്നപ്പോൾ അധികം പ്രശ്നമില്ല അമ്മയ്ക്ക്, തീരെ കുറഞ്ഞ ജാതികളിലേക്കൊന്നും പോരാ, അത്യാവശ്യം നമ്മളോട് നിൽക്കുന്ന രീതി. അമ്മ എന്തോ മകൻ്റെ ഇടയ്ക്കുള്ള സ്നേഹവും മകൻ്റെ ജീവിതം പെട്ടെന്ന് തന്നെ റെഡി ആകണം എന്നുള്ള തീരുമാനം ഉള്ളത് കൊണ്ട് തന്നെ അമ്മ ആ രീതിയിൽ പറഞ്ഞു പോയി. ഞാൻ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സഹോദരിനെ വിളിക്കുകയായിരുന്നു. സഹോദരിയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും, കാരണം സഹോദരി പറഞ്ഞ കണ്ടീഷൻ അതേ രീതിയിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ഒരു ആലോചന കിട്ടാത്ത, കാരണം നമ്മുടെ ഒരു പ്രിഫറൻസിലല്ല നമുക്ക് മാച്ചായിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ആൾ പറഞ്ഞത്. അതിൽ നിന്നും ഒരപ്പുറം മാറി രീതിയിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കുട്ടിയല്ല എൻ്റെ സഹോദരന് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ആണ്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ആ ഒരു വിവാഹം നടത്തുന്നതിനോടോ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു സഹോദരിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതെല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ, സഹോദരൻ്റെ വിവാഹം നടത്തുന്നതിൽ അവർക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷേ സഹോദരന് ഫീൽ ചെയ്യുന്നുണ്ട്, ഇവർ നോക്കുന്നുണ്ട്, ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവർ. തീർച്ചയായിട്ടും. കാരണം ഈ സംസാര രീതിയിൽ തന്നെ ഓരോരുത്തരുടെയും ഓരോ രീതിയിലുള്ള സംസാരമാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക്. കാരണം ഈ ആൺകുട്ടി നമ്പർ എടുത്ത് കൊടുക്കുന്ന അമ്മയാണ്. അമ്മയെ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ആ ഒരു സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് സഹോദരി തന്നെയാണ്. അപ്പോൾ സഹോദരി കൃത്യമായിട്ട് ആള് വീട്ടിലാണെങ്കിൽ കൂടി കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ തിരക്ക് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സഹോദരിയുടെ ഹസ്ബൻഡ് ഗവൺമെൻറ് ജോലിയുള്ളതാണ്, അവരുടെ സംസാരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, എല്ലാം ഈ ആൺകുട്ടീനെ ബോധ്യപ്പെടുത്തുന്നത് എത്രത്തോളം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. പക്ഷേ സഹോദരൻ്റെ ആ ഒരു സ്നേഹം, സഹോദരിയിലുള്ള സ്നേഹം കാരണം അടവിശ്വാസമാണ് നോക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഇപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് ആ സഹോദരൻ്റെ തന്നെ എന്തൊക്കെയോ തിരിച്ചറിവുകളുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോളുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നിരുന്നാലും എനിക്കവിടെ കുറച്ച് കാര്യങ്ങൾ സഹോദരിയോടൊക്കെ പറയേണ്ടി വന്നു. ഈ രീതിയിലാണ് നോക്കുന്നതുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന ആലോചനകളുടെ എണ്ണം കുറവായിരിക്കും, അത് പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ടിലേക്ക് എത്താനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യുക, ആലോചനകൾ വരുമ്പോൾ നമ്മൾ നോക്കിയതിന് ശേഷം തീരുമാനം എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. പോയി കണ്ടോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ അത് റിജക്റ്റ് ചെയ്യാവുള്ളൂ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ തന്നെ ആ ഒരു കോള് എൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ആ ആൺകുട്ടീനെ വീണ്ടും വിളിക്കുമായിരുന്നു. ഇവിടെ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ് അമ്മയുടെ ഭാഗത്തു നിന്ന്, അതോടൊപ്പം സഹോദരിയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ചിട്ട് പോയാൽ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ആൺകുട്ടിയുടെ കാര്യത്തിൽ, വിവാഹ ജീവിതത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഗ്രൂം തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകാവുള്ളൂ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആൾക്ക് വേണ്ടിയിട്ട് ആലോചന നോക്കിയെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നോക്കിയ ആലോചനയിൽ തന്നെ ആൾ ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഒരു പ്രൊഫൈലിലേക്ക് പോയിട്ട് വന്നുള്ളൂ. പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വാസം ആകാത്ത കാര്യമാണ്. നമ്മളൊരു മാച്ച് നോക്കുമ്പം ആ മാച്ച് നോക്കുന്ന ഫസ്റ്റ് ആ പ്രൊഫൈൽ തന്നെ സംസാരിക്കുകയും ആ സംസാരിച്ചതിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ വളരെ സാധാരണപ്പെട്ട വീട്ടുകാരായിരുന്നു. പക്ഷേ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, PG ആയിരുന്നു ക്വാളിഫിക്കേഷൻ. പഠിക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടിയായിട്ട് പ്രണയത്തിലാകുകയും വീട്ടുകാരൊന്നും അറിയാതെ ആളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൺകുട്ടിയായിരുന്നു. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പോയതിനു ശേഷം തിരിച്ചറിവ് ഉണ്ടായപ്പോൾ തന്നെ ജീവിതം നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ള തോന്നൽ ആയപ്പോൾ തന്നെ ആ കുട്ടി പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞാവുകയും ഒരു പെൺകുട്ടിയായിരുന്നു. തിരിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും തിരിച്ച് വീട്ടുകാർ തന്നെ ഇടപെട്ട് ആ കുട്ടീനെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. ആ പെൺകുട്ടിക്ക് ഒരു കാരണവശാലും മുന്നോട്ട് ജീവിതമായിട്ട് പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം വന്നതുകൊണ്ട് തന്നെ അവർ ലീഗലി ഡിവോഴ്സ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പം ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. പെൺകുട്ടി കാണാനും അത്യാവശ്യം ഭംഗിയുള്ളതാണ്, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരു ഇടത്തരം കുടുംബം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് വീട്, സ്ഥലം എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ ഏകദേശം വീടിന് അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് തന്നെയായിരുന്നു ഈ ആലോചന വന്നത്. ആൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞപ്പോൾ ആൺകുട്ടിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിയുടെ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, എനിക്കിതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടി ഒരു വീഡിയോ കോളിലൂടെ പെൺകുട്ടീനെ കണ്ട് സംസാരിക്കുകയും അതിനുശേഷം അവരുടെ അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരിച്ചു, എല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടി തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയും സഹോദരിയുടെ ഭർത്താവിനെയും ഒരു ദിവസം അങ്ങോട്ട് വിടാം. അവർ വന്ന്, ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം വന്ന കുട്ടീനെ കാണാം, അവർ വന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് എന്താണെന്നുള്ള അഭിപ്രായം അനുസരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ പ്രകാരം നാട്ടിൽ നിന്ന് അമ്മ പോയില്ല, സഹോദരിയുടെ ഭർത്താവ് കുറച്ച് ബന്ധുക്കളുമായിട്ട് അവിടെ പോയി. വിചാരിച്ചതുപോലെ തന്നെ തിരിച്ചു വന്നതിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർക്കെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച ഒരു മറുപടി തന്നെ എനിക്ക് കിട്ടി. കാരണം
അവിടെ ഈ പറഞ്ഞ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ആ ഒരു ആലോചനയിൽ പല പല കാരണങ്ങൾ നമുക്ക് ഒരു കാരണമായിട്ട് എടുത്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നിരത്തിയതിന് ശേഷം ഇത് പെൻഡിങ്ങിൽ വെച്ചേക്കാം. കാരണം അവിടെ വേറൊരു റീസൺ ഇല്ല. പെൻഡിങ് എന്നും കൂടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണമായിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ലാതെ ഇത് പെൻഡിങ്ങിൽ വെച്ചേക്കാം, ഇപ്പം നോക്കി തുടങ്ങിയതേ അല്ലേ ഉള്ളൂ, വേറെ പ്രപ്പോസൽ നോക്കാമെന്ന് പറഞ്ഞു എന്നുള്ള ഒരു ഇത്. കാരണം ഇത് തന്നെ ഈ ആൺകുട്ടിയുടെ സഹോദരി പറഞ്ഞു, സഹോദരിയുടെ പ്രഷർ കാരണം എന്തു ചെയ്താൽ വീട്ടിലിരിക്കുന്ന അമ്മ ഇതൊന്നും അറിയുന്നില്ല, മോള് വന്ന് പറയുന്ന കാര്യങ്ങളല്ലേ അറിയുന്നുള്ളൂ. സഹോദരനെ സംബന്ധിച്ച് സഹോദരൻ വന്ന് പറയുന്ന കാര്യങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ സഹോദരൻ എങ്കിൽ വേറൊന്നും കൂടെ നോക്കിയതിന് ശേഷം ഇത് പോകാം, ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കെന്തോ ഇതിപ്പം നോർമലി എന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനത് നോ എന്നൊന്നും പറഞ്ഞില്ല, വേണ്ട എന്നൊന്നും പറഞ്ഞില്ല. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആൺകുട്ടി വരട്ടെ, വരുന്ന സമയത്ത് നമുക്ക് അവ വന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടും ഇവരുടെ താല്പര്യപ്രകാരം, ആൺകുട്ടിയുടെ താല്പര്യപ്രകാരം ഞാൻ ഒരു പ്രൊഫൈലും കൂടെ നോക്കിയ രണ്ടാമത്തെ പ്രൊഫൈൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ആൺകുട്ടി വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല വരുമാനത്തിലിരിക്കുന്ന കൊണ്ട് തന്നെ ഈ ആൺകുട്ടിയുടെ പ്രൊഫൈൽ പറയുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വളരെയധികം താല്പര്യമുണ്ട്. അത് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയെ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു രീതിയിലുള്ള റിസൾട്ട് വരുന്നത്. രണ്ടാമത്തെ പ്രപ്പോസലും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഇനി ഈ ഒരു മീറ്റിംഗ് ഫാമിലീനെ വിടാൻ പറ്റില്ല, ഫാമിലി മെമ്പേഴ്സിന് നേരിട്ട് വരാൻ ടൈം ആകുമ്പോൾ പറഞ്ഞാൽ മതി, ആ ടൈമിൽ ഞാൻ ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ ആൺകുട്ടിയോടൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ തൊട്ടടുത്ത ഒരു സമയം നോക്കി കണ്ടെത്തി ലീവ് എടുത്തതിന് ശേഷം വരാമെന്ന് പറഞ്ഞു. ലീവ് എടുത്തു, നാട്ടിൽ വന്നു. പക്ഷേ ആ മീറ്റിംഗ് ഡയറക്റ്റ് അവരുടെ വീട്ടിൽ വെച്ചിട്ടല്ല നടന്നത്, നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആൺകുട്ടീനെ നേരിട്ട് വരാൻ പറഞ്ഞു. പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും വരുന്നുള്ളൂ, പെൺകുട്ടി വരുന്നില്ല. ഫസ്റ്റ് ഒന്ന് ആൺകുട്ടിയായിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം ബാക്കി അവർക്കൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അടുത്തൊരു വിസിറ്റ് മതിയല്ലോ എന്ന് ചിന്തിച്ചു. വരികയും ആൺകുട്ടിയായിട്ട് സംസാരിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ അച്ഛനോ പെൺകുട്ടിക്കല്ല അത് വന്നിട്ടില്ലല്ലോ, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഈ ആൺകുട്ടീനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, സംസാര രീതി ബാക്കിയെല്ലാം കൂടെ ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു പരിചയപ്പെടൽ മാത്രമായിരുന്നു. ഉടനെ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ ആൺകുട്ടിയുടെ വീട്ടുകാർ എല്ലാം ഒന്ന് അങ്ങോട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരണം എന്ന് ക്ഷണിച്ചുകൊണ്ടാണ് ഒരു ഓഫീസിൽ നിന്ന് തിരിച്ചു പോയത്. പിന്നെ എന്ത് പറയാനെന്ന് വെച്ചാൽ നെക്സ്റ്റ് വിചാരിച്ചതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം ആൺകുട്ടിയുടെ സഹോദരി, ഹസ്ബൻഡ് എല്ലാം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും. പോയതിന് ശേഷം അവിടെ സംഭവിച്ചത് വീണ്ടും നമ്മൾ മനസ്സിലാക്കിയ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിവാഹം. കാരണം ഒരു കാരണവശാലും സഹോദരിക്കോ ഹസ്ബൻഡിനോ ആ സഹോദരൻ്റെ വിവാഹം നടത്തണം, എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അത് മുടക്കണം എന്നുള്ള രീതിയായിരുന്നു എന്നുള്ള മനസ്സിലായത്. വീണ്ടും ജാതക കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് അവിടെ വീണ്ടും ജാതകത്തിൻ്റെ ഒരു സംസാരം സഹോദരിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് വെച്ചു. അപ്പം അതുമാത്രമല്ല, പിന്നെ സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ ചില സംസാര രീതികൾ കൊണ്ട് തന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ ഒരു താല്പര്യക്കുറവ് അവിടെ ഉണ്ടായി. താല്പര്യക്കുറവ് എനിക്ക് തോന്നുന്നു അവിടെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ആലോചനയായിട്ടും വീണ്ടും മുന്നോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടായി. പിന്നെ ആൺകുട്ടി തിരിച്ചു വന്നു. ആൺകുട്ടിക്ക് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആൺകുട്ടിയായിട്ട് അവിടെ ഓപ്പണായിട്ട് സംസാരിക്കേണ്ടി വന്നു. സംസാരിച്ചപ്പോൾ ആൺകുട്ടിക്കും കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പൂർണ്ണമായിട്ടും തീരുമാനങ്ങൾ എല്ലാം എന്താണെന്ന് വെച്ചാൽ ചെയ്തതിന് ശേഷം എൻ്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ ഇനി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞു, വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു, മാറ്റേണ്ടിയിരിക്കുന്നു, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതിന് ആൺകുട്ടി തയ്യാറായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പെൻഡിങ്ങിൽ വെച്ച പ്രപ്പോസൽ ഉണ്ടല്ലോ, അതെന്തുകൊണ്ടും ഇഷ്ടപ്പെട്ട ഒരു ആലോചനയാണ്, ഇപ്പം നാട്ടിലുണ്ട്, ആ കുട്ടീനെ ജസ്റ്റ് ഒന്ന് നേരിട്ട് പോയി കാണുമെന്ന് ഫോണിൽ സംസാരിച്ചു എല്ലാം ചെയ്തു. വീട്ടുകാർ പോയി കണ്ടു. എന്തോ ചെറിയൊരു കാരണങ്ങൾ കൊണ്ട് പെൻഡിങ്ങിൽ വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെയൊക്കെ നോ എന്ന് പറഞ്ഞിട്ടുമില്ല. ഒന്ന് പോയി കണ്ടുകൂടെ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പോയി കാണും. ആൾ ഒറ്റയ്ക്ക് പോയി പെൺകുട്ടീനെ കണ്ടു, വീട്ടുകാരെ കണ്ടു. പെൺകുട്ടീനെ കണ്ടു, കുറച്ച് നേരം സംസാരിച്ചു, വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. തിരിച്ചു വന്നതും എന്നെ വിളിച്ചറിയിച്ചു, എനിക്ക് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമാണ്. അവിടെ വേറെ ആരും ഉൾപ്പെട്ടിട്ടില്ല, അവിടെ തന്നെ തീരുമാനമായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഒരു തീരുമാനമെടുത്താൽ മാത്രമേ എൻ്റെ വിവാഹ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ വിവാഹം നടക്കുകയുള്ളൂ എന്നൊരു ബോധ്യം ആൾക്ക് വന്നു. അതുകൊണ്ട് തന്നെ ആൾ ഉറച്ച തീരുമാനം നമ്മൾ പറഞ്ഞത് പ്രകാരം കേട്ട് ഉറച്ച തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ തിരിച്ച്
ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു വിവാഹം ഉറപ്പിക്കാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർ സസന്തോഷം ഒരു കുടുംബമായിട്ട്, അതായത് ഈ പെൺകുട്ടിയുടെ മകളെ സ്കൂളിലൊക്കെ ചേർത്തു. അത്യാവശ്യം നല്ലൊരു സ്കൂളിൽ തന്നെ ആൺകുട്ടി ചേർത്തു. ആൺകുട്ടി പുറത്താണ്, ഇവർ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് താമസം, പെൺകുട്ടിയും ആ കുഞ്ഞും. പക്ഷെ അവർ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് സത്യം പറയുന്നത്. അതെ, മാച്ച് മേക്കിംഗ് സ്റ്റോറിയിൽ ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് ഒരു സഹോദരിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു എന്നുള്ളൊരു നേർക്കാഴ്ചയാണ്. ഇതിൽ തെറ്റ് ആരുടെ ഭാഗത്ത് എന്നൊന്നും നമുക്ക് പറയാൻ അധികാരമില്ല. ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യത്തിൽ ശരിയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആങ്ങളയുടെയും പെങ്ങളുടെയും കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാച്ച് മേക്കിംഗ് സ്റ്റോറി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സ്റ്റോറിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.